ക്രഞ്ച് ദ നമ്പേഴ്സ്. സോഹോ ഇൻവെന്ററിന്റെ ഈ ഒരു സെഷനിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് എങ്ങനെയാണ് സോഹോയിൽ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. മാനുഫാക്ചറിങ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് രീതിയിലുണ്ട്. ഒന്ന് നമ്മൾ രണ്ട് മൂന്ന് റോ മെറ്റീരിയൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അതെല്ലാം എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള രണ്ട് മൂന്ന് പ്രൊഡക്ട്സിനെ നമ്മൾ ഒരു കിറ്റായിട്ട് സെല് ചെയ്യുന്നു. ഇതിൽ നമ്മൾക്ക് ആദ്യത്തെ സെനാരിയോ നോക്കാം. നമ്മൾ ആദ്യമായിട്ട് അതിന് നമ്മുടെ റോ മെറ്റീരിയൽസിനെ ഐറ്റമായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് ഐറ്റംസിൽ വന്നിട്ട് റോ മെറ്റീരിയൽ നെയിം നമ്മൾ കൊടുക്കുക. ഇവിടെ ഞാൻ റോ മെറ്റീരിയൽ 1 എന്നുള്ളത് നെയിം ചെയ്യുന്നു. അതിനുശേഷം അതിൻ്റെ യൂണിറ്റ് നമ്മളിവിടെ കൊടുക്കുന്നു. അതിൻ്റെ സെല്ലിംഗ് പ്രൈസും പർച്ചേസ് പ്രൈസും അവൈലബിൾ ആണെങ്കിൽ അതും നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അതിൻ്റെ ഇൻവെൻറ്ററി അക്കൗണ്ട്, ഇൻവെൻറ്ററി അസറ്റ് എന്നും ഇൻവെൻറ്ററി വാല്യുവേഷൻ മെത്തേഡ് ഫിഫോ എന്നുള്ളത് കൊടുത്തിട്ട് ഇവിടെ ഞാൻ ഓപ്പണിംഗ് സ്റ്റോക്കും കൂടി ഇവിടെ കൊടുക്കുകയാണ്. ഇതിൻ്റെ 60 ക്വാണ്ടിറ്റി ഉണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ റേറ്റ് പെർ യൂണിറ്റും കൂടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു റോ മെറ്റീരിയലും കൂടെ ക്രിയേറ്റ് ചെയ്യാണ്. അതിനായിട്ട് ഞാൻ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് ഈ ക്ലോൺ ഐറ്റം എന്നുള്ളത് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നു. അപ്പം നമുക്ക് ആ ഐറ്റത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ഇവിടേക്ക് പ്രീ ഫിൽഡ് ആയിട്ട് വരുന്നുണ്ടാവും. ജസ്റ്റ് ഞാൻ സ്ലൈറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ സെല്ലിംഗ് റേറ്റും പർച്ചേസ് റേറ്റും. അതിനുശേഷം ഇതിൻ്റെ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി നമ്മളിവിടെ ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മൾ സേവ് കൊടുക്കുന്നു. അപ്പം നമുക്കിവിടെ റോ മെറ്റീരിയൽ 1, റോ മെറ്റീരിയൽ 2 എന്നുള്ള ആ രണ്ട് പ്രൊഡക്ട്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളിവിടെ ആ ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് കോമ്പോസിറ്റ് ഐറ്റം എന്നുള്ള മോഡ്യൂളിൽ വരിക, ഇവിടെ ന്യൂ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമ്മൾ അതിൻ്റെ പേരാണ് കൊടുക്കുന്നത്. ഞാനതിൻ്റെ ഫിനിഷ്ഡ് ഗുഡ്സ് തന്നെയാണ് അതിൻ്റെ നെയിം കൊടുക്കുന്നത്. അതിനുശേഷം ഐറ്റം ടൈപ്പ് ചോദിക്കുന്നുണ്ട്. അസംബ്ലി ഐറ്റം എന്നും കിറ്റ് ഐറ്റം എന്നും കാണാം. ഇതിൽ നമ്മൾ ഇതേപോലെ ഒരു BOM ഒക്കെ കൊടുത്തിട്ട് ഒരു ഫിനിഷ്ഡ് ഗുഡ്സ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അസംബ്ലി ഐറ്റം ആണ് ചൂസ് ചെയ്യേണ്ടത്. കിറ്റ് ഐറ്റം എന്ന് പറയുന്നത് നമ്മുടെ കയ്യിൽ തന്നെയുള്ള റെഡി ഫോർ സെയിൽ ആയിട്ടുള്ള രണ്ട് മൂന്ന് പ്രൊഡക്ട്സ് നമ്മൾ ഒന്ന് ബണ്ടിൽ ചെയ്തുകൊണ്ട് ഒരു കിറ്റായിട്ട് സെല് ചെയ്യുന്നു. അതാണ് കിറ്റ് ഐറ്റം എന്ന് പറയുന്നത്. അപ്പം ഇപ്പം നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ അസംബ്ലി ഐറ്റം ആണ് ചൂസ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം അതിന് SKU ഉണ്ടെങ്കിൽ നമുക്കിവിടെ SKU കൊടുക്കാം. ദെൻ ഇതിൻ്റെ യൂണിറ്റ് നമ്മളിവിടെ കൊടുക്കുന്നു. ഏത് യൂണിറ്റിലാണ് നമ്മളിത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊടുക്കുന്നു. അതിനുശേഷം അതിൻ്റെ HSN കോഡ് കൊടുക്കുന്നു. അസോസിയേറ്റ് ഐറ്റംസ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക, നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയലാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇത് ഈ ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ്. ഇപ്പോൾ റോ മെറ്റീരിയൽ കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ഈ റോ മെറ്റീരിയലിൻ്റെ എത്ര ക്വാണ്ടിറ്റി വേണമെന്നാണ് ചോദിക്കുന്നത്. അപ്പം ഇതിന് ഞാനിവിടെ 10 എന്നുള്ളതാണ് കൊടുക്കുന്നത്. റോ മെറ്റീരിയൽ 2ൻ്റെ ഒരു ക്വാണ്ടിറ്റിയും, അതായത് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് റോ മെറ്റീരിയൽ 1ൻ്റെ 10 ക്വാണ്ടിറ്റി ആവശ്യമുണ്ട്, റോ മെറ്റീരിയൽ 2ൻ്റെ ഒരു ക്വാണ്ടിറ്റി ആവശ്യമുണ്ട്. ഇത്രയും കൊടുത്തതിന് ശേഷം നമ്മളിവിടെ സെല്ലിംഗ് പ്രൈസ് കോപ്പി ഫ്രം ടോട്ടലും കോസ്റ്റ് പ്രൈസ് കോപ്പി ഫ്രം ടോട്ടലും കൊടുക്കുന്നു. ലാസ്റ്റിലേക്ക് വരുന്ന സമയത്ത് ഇൻവെൻറ്ററിൻ്റെ അക്കൗണ്ട് ഫിനിഷ്ഡ് ഗുഡ്സ് എന്ന് കൊടുക്കാം. അതേപോലെ ഇൻവെൻറ്ററി വാല്യുവേഷൻ മെത്തേഡ് ഫിഫോ എന്നുള്ളതും കൊടുത്തിട്ട് സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് നമ്മളൊരു ഫൈനൽ പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇത് പ്രൊഡ്യൂസ് ചെയ്യുവാണ്. മാനുഫാക്ചറിങ്ങിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ടത്, ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്ത് വെച്ചേക്ക് ചെയ്തിട്ടുള്ളൂ. ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 1ൻ്റെ ഇത്ര ക്വാണ്ടിറ്റിയും വേണം, 2ൻ്റെ ഇത്ര ക്വാണ്ടിറ്റിയും വേണം എന്നുള്ളത്. ഇനിയാണ് മാനുഫാക്ചറിങ് നമ്മൾ ചെയ്യുന്നത്. ആ ഒരു മാനുഫാക്ചറിങ് ചെയ്യുന്നത് ഇവിടെ ക്രിയേറ്റ് അസംബ്ലീസ് എന്നൊരു കാണുന്നുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ അസംബ്ലിൻ്റെ ഒരു നമ്പർ നമുക്ക് ഓട്ടോ ജനറേറ്റിംഗ് ആയിട്ട് കൊണ്ടുവരാനായിട്ട് പറ്റും. അതിനുശേഷം ക്വാണ്ടിറ്റി ടു അസംബിൾ, എത്ര ക്വാണ്ടിറ്റിയാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ 5 ക്വാണ്ടിറ്റിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ 5 പീസാണ് ഞാനിവിടെ മാനുഫാക്ചർ ചെയ്തെടുക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ 5 എന്നുള്ളത് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിസ്റ്റം കാൽക്കുലേറ്റ് ചെയ്യും. ഒരു യൂണിറ്റിന് ഈ റോ മെറ്റീരിയൽ 1ൻ്റെ 10 ക്വാണ്ടിറ്റി വേണമായിരുന്നു. അപ്പോൾ 10 × 5 എന്നും 5 × 1 എന്നും ഇൻറ്റു ചെയ്തിട്ട് അതനുസരിച്ചുള്ള റോ മെറ്റീരിയൽ അവർ എടുക്കും. ദെൻ ഇവിടെ അസംബ്ലി എന്നുള്ളത് നമ്മൾ കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നടക്കുന്നത്, റോ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയും, ഇവിടെ കണ്ടില്ലേ 50 പീസ് കുറഞ്ഞിട്ടുണ്ട്, 2ൻ്റെ 5 പീസും കുറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ 5 പീസസ് കൂടുകയാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് ഇൻവെൻറ്ററി റിപ്പോർട്ട്സ് എടുത്ത് നോക്കാം. ഇൻവെൻറ്ററി റിപ്പോർട്ടിൽ ഇൻവെൻറ്ററി വാല്യുവേഷൻ സമ്മറി എടുത്തിട്ട് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് എന്നുള്ള ആ ഒരു ഇത് കണ്ടില്ലേ, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ക്വാണ്ടിറ്റി 5 എണ്ണമായിട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റോ മെറ്റീരിയലിൻ്റെ ക്വാണ്ടിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നത്
അതിന് ഓപ്പണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്ന വാല്യൂവിൽ നിന്നും അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ റോ മെറ്റീരിയൽ 1 എന്നുള്ളത് 10 പീസായിട്ടുണ്ട്, 2 എന്നുള്ളത് 15 പീസായിട്ടും കുറഞ്ഞിട്ടുണ്ട്. ഇനി വേറൊരു ഫീച്ചർ ആയിട്ടുള്ളത് നമ്മളിങ്ങനെ മാനുഫാക്ചറിങ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് നമുക്ക് ഈ അസംബ്ലീസ് എന്നുള്ളതിൽ കാണാനായിട്ട് പറ്റും. നമ്മൾ ഏതൊക്കെ ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തേക്കുക എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡാറ്റ നമുക്ക് ഈ അസംബ്ലീസ് എന്നുള്ള മോഡ്യൂളിൽ കാണാനായിട്ട് പറ്റും. ഓക്കെ, ഇനി നമുക്ക് സെനാരിയോ 2 നോക്കാം. അതിൽ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കയ്യിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള 2-3 പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു കിറ്റായിട്ട് ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നതാണ്. അതിനായിട്ട് ഇവിടെ ന്യൂ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമ്മൾ ഒരു സ്കൂൾ കിറ്റ്, ഇപ്പം ഞാനിവിടെ ഒരു സ്കൂൾ കിറ്റായിട്ട് വയ്ക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ കിറ്റ് ഐറ്റം എന്നുള്ളത് കൊടുക്കുന്നു. ഇതിൻ്റെ യൂണിറ്റ് നമ്മളൊരു ബോക്സ് ആണ് കൊടുക്കുന്നത്. അതിനുശേഷം ഇതിൽ എന്തൊക്കെ ഐറ്റംസ് വേണം എന്നുള്ളത്, ഇപ്പോൾ ബോൾ പോയിന്റ് പെന്നിൻ്റെ 5 പീസ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ അതും നമുക്ക് എടുക്കാവുന്നതാണ്. ഒരു ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മുടെ കയ്യിൽ റെഡി ഫോർ സെയിൽ ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ ഒരു ബാക്ക് പാക്കിൻ്റെ ഒരു ക്വാണ്ടിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത്രയാണ് നമ്മളൊരു കിറ്റിൽ കൊടുക്കുന്നത്. അതിനുശേഷം സെല്ലിംഗ് പ്രൈസ് കൊടുക്കുന്നു. ഇനി സേവ് ചെയ്യുന്നു. അപ്പം നമ്മളൊരു കിറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിവിടെ ഒരു കിറ്റ് ഐറ്റം സെല്ല് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളൊരു അസംബ്ലി ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതായത് മാനുഫാക്ചറിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളൊരു ഇൻവോയ്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു ഐറ്റം കുറഞ്ഞോളും. അങ്ങനെയാണ് നടക്കുന്നത്. അപ്പം ഇവിടെ നമ്മളൊരു കസ്റ്റമറിന് ആ ഒരു കിറ്റ് ഐറ്റം ഇൻവോയ്സ് ചെയ്യാമെന്ന് വിചാരിച്ചോളൂ. അപ്പം ഇവിടെ സ്കൂൾ കിറ്റ് എന്നുള്ളൊരു ഐറ്റം നമ്മൾ ഇൻവോയ്സ് ചെയ്യാണ്. അപ്പോൾ ഇൻവോയ്സ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണിക്കും. ബോൾ പോയിന്റിൻ്റെ 5 പീസ്, ഫസ്റ്റ് എയ്ഡ് കിറ്റിൻ്റെ 1 പീസ്, ലാപ്ടോപ്പ് ബാഗിൻ്റെ 1 പീസ്, ഇത്രയാണ് ഇതിലുള്ളത്. അപ്പം നമ്മൾ ഇവിടെ കൊടുക്കുന്ന ക്വാണ്ടിറ്റി അനുസരിച്ച് എത്ര കിറ്റാണ് അവർക്ക് സെല് ചെയ്യുന്നത് അതനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി എല്ലാം കുറഞ്ഞു വന്നോളും. അപ്പം ഞാൻ 1 പീസാണ് സെല് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. ഇവിടെ ഒരു HSN കൊടുക്കണം. സേവ് ആസ് ഡ്രാഫ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നു. മാർക്ക് സെൻഡ് കൊടുക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സ്കൂൾ കിറ്റ് എന്നുള്ള ഐറ്റം സെല് ചെയ്യും. പക്ഷേ ഇൻവോയ്സിൽ ഈ സ്കൂൾ കിറ്റ് എന്നേ വരുള്ളൂ. അതിന് അസോസിയേറ്റ് ചെയ്യുന്ന ഐറ്റംസ് ഒന്നും വരത്തില്ല. പക്ഷെ നമുക്ക് ഇൻവെന്ററി റിപ്പോർട്ട് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും ആ ബോൾ പോയിന്റ് പെന്നും ബാക്ക് പാക്കും ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ടാവും. ഇങ്ങനെയാണ് സോഹോ ബുക്സിൽ നമുക്ക് 2 രീതിയിൽ മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവുക. ഇത് നമുക്ക് യൂസബിൾ ആയിട്ട് വരുന്ന സിറ്റുവേഷൻസ് എന്ന് പറയുന്നത് ഏതെങ്കിലും റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തിട്ട് ഒരു ഫൈനൽ പ്രൊഡക്റ്റ് ആക്കി വിൽക്കുന്ന ഇൻഡസ്ട്രീസിന് ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഷീറ്റ്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും ഹെയർ ഓയിൽസോ അങ്ങനെ സ്മോൾ സ്കെയിലിൽ എന്തെങ്കിലുമൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കോമ്പോസിറ്റ് ഐറ്റം എന്നുള്ള മോഡ്യൂൾ യൂസ് ചെയ്യാം. അതേപോലെ തന്നെ പാക്കായിട്ട് വിൽക്കുന്നവർക്ക് ഈ കിറ്റ് എന്നുള്ള മോഡ്യൂളും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലൈറ്റ്സ് ഒക്കെ സെല് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ അവർ സിംഗിൾ ലൈറ്റായിട്ട് വിൽക്കുന്നുണ്ട്, മൾട്ടിപ്പിൾ പാക്സ് ആയിട്ട് വിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കിറ്റ് എന്നുള്ള മോഡ്യൂൾ യൂസബിൾ ആയിട്ട് വരുന്നുണ്ടാവും.